അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഗ്റഫ ഖതമതൻ ഉഖറാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി തങ്ങൾ ആദ്യം പറഞ്ഞത് അൽ ഹാലു വൽ മുർതഹീൽ. ഖീല വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. ഹാലും മുർതഹീലുമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഗ്റഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും ഖുർആൻ ഖത്മ തീർക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്. ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതുക, അത് വേറെയാണ്. അതല്ല ഇവിടെ പറയുന്നത്. ഇത് രാത്രി ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഖുർആൻ മൊത്തം ഓതിക്കൊണ്ടിരുന്നാൽ പിന്നെ ഉറങ്ങേണ്ട കാര്യമില്ല. പാമടക്കി വെച്ചാൽ മതി, നേരം വെളുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓതിയിരുന്നവരുണ്ട്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ, റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഖത്ം ഓതിയിരുന്നു. ഇതേപോലെയുള്ള ദിവസങ്ങൾ ഒരു ഖത്ം തുടക്കം മുതൽ ഒടുക്കം വരെ. 3 ഖുൽഹുവല്ലാഹ് അടിക്കുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. തുടക്കം മുതൽ അവസാനം വരെ ഓതും. റമളാൻ അല്ലാത്ത ദിവസം. റമളാനിലോ 2 ഖത്ം ഡെയിലി ഓതും. റമളാൻ മുഴുവൻ പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഓ ഉസ്താദേ 2 ഖത്ം ഞങ്ങൾ പോകുന്നു എന്ന്. റമളാൻ മുഴുവൻ മൊത്തത്തിലിട്ടല്ലേ, അതല്ല ഈ പറഞ്ഞത്. ഡെയിലി പോകുന്ന കാര്യം. എല്ലാ ദിവസവും മറ്റ് അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ 2 ഖത്ം റമളാനിൽ തീർക്കും ഒരു ദിവസം. അപ്പൊ റമളാൻ തീരുമ്പോൾ 60 ഖത്തമായി. റമളാൻ അല്ലാത്ത മാസങ്ങളിലോ ഒരു മാസം 30 പൂർത്തിയാകുമ്പോൾ 30 ഖത്തമായി. നമ്മൾ ഖുർആനുമായിട്ട് എന്താ ബന്ധം? അതുകൊണ്ട് വൈകിട്ട് കടക്കാൻ നേരത്ത് വളരെ രഹസ്യമായ ഒരു അമൽ എന്ത് ചെയ്യുക? 3 ഖുൽ ഹുവല്ലാഹു അഹദ്. അറിയില്ല എല്ലാവർക്കും? അറിയില്ലേ? അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ഓതിയാൽ എന്ത് കിട്ടും? ഖുർആൻ ഖത്മ ചെയ്ത പ്രതിഫലം കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി 2 എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം കിട്ടാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ സഹോദരങ്ങളൊക്കെ മുഹമ്മദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ ചാരത്ത് നിന്നുകൊണ്ട് ആ സ്വലാത്ത് അങ്ങ് ഏറ്റെടുത്ത് ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും കൂടെ ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ഇത്രയുള്ളൂ, വളരെ എളുപ്പം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് നമുക്കറിയാവുന്ന. അതിന്റെ കൂട്ടത്തിൽ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ, എല്ലാ അംബിയാ മുർസലുകളുടെ മേലും മുഹമ്മദ് നബിയുടെ മേലും ഈ ഗുണം ചെയ്യണേ അല്ലാഹ്. അതാണ് അതിന്റെ അർത്ഥം. അത് എത്ര പ്രാവശ്യം വേണം ഉസ്താദേ? ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഞാനിത് തുടക്കത്തിൽ തന്നെ പറയുന്നതിനെന്നറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലിന് വേണ്ടിയുള്ള ഒരു കാര്യം തുടക്കത്തിൽ അങ്ങ് തരികയാണ്. നല്ല താല്പര്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ഇതങ്ങോട്ട് ആദ്യം കെട്ടിക്കോട്ടെ. അവസാനം വരുമ്പോൾ പിന്നെ സമയം ഉണ്ടാവില്ല. ആദ്യം തന്നെ അങ്ങോട്ട് പഠിച്ചു. അപ്പൊ ഈ സ്വലാത്ത് ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ഇവരൊക്കെ ഉള്ളവർ റെക്കോർഡ് ചെയ്തോളി, പേനയും പേപ്പറും ഉള്ളവർ എഴുതിക്കോളി. അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഇല്ലേ റഷീദ് ഹുസൈൻ എടുത്തത് സതേ ഒന്ന് എഴുതാന്ന് പറഞ്ഞ് നേരം വെളുക്കുന്നിടം വരെ എഴുതലുമായിട്ട്. അതുകൊണ്ട് മൊബൈലും ഉള്ളവർ ഇതൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. മറിച്ചൊങ്കാത്ത സണ്ണീലിയന്റെ ഫോട്ടോ ഒക്കെ കളഞ്ഞിട്ട് ഇത് കയറ്റി വെക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3
എല്ലാ വിശ്വാസിനികളുടെയും പൊരുത്തം കിട്ടുന്ന അമൽ, അതൊരൊറ്റ ദുആ. വളരെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ, ശ്രദ്ധിക്കണം. ഒറ്റ ദുആ. 4 കാര്യങ്ങളാണ് പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ. ഒന്ന്, ഖുർആൻ ഖത്മ തീർക്കണം. അതിനെന്ത് വേണം? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതണം. എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം ചെറിയ കാര്യമല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ അംബിയാ മുർസലുകളുടെയും പൊരുത്തം കിട്ടുന്ന അമലാണ്. ഒറ്റ സ്വലാത്ത് കൊണ്ട് സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. 3, ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും പൊരുത്തം കിട്ടുന്നതിന് വേണ്ടി ഒരൊറ്റ ദുആ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാം ദുആ ഇറക്കുന്ന ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ ദുആ ഒരു പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള വിശ്വാസികളുടെ പൊരുത്തം അവന് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 4, ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തും. ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞതിനർത്ഥം ഇത് ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഹജ്ജിന് പോകേണ്ട അർത്ഥത്തിലല്ല. അതാ ഞാൻ പറഞ്ഞു, നേരത്തെ ഖുർആൻ മുഴുവൻ ഓതുന്നതിന്റെ വിഷയം പോലെ തന്നെ മനസ്സിലാക്കണം. ഇത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടായ ഒരു അമല് പഠിപ്പിച്ചതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം, മൗസ് ഇല്ലാതെ തന്നെ അവന്റെ കീപാഡ് വെച്ചുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതേ രീതിയാണ് ഇവിടെ പരിപാടി. വളരെ ഷോർട്ട് കട്ടുകൾ പഠിപ്പിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു. ഒരൊറ്റ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ മതി. നമ്മളൊക്കെ തസ്ബീഹ് നിസ്കാരത്തിലും പെരുന്നാൾ നമസ്കാരത്തിലും ചൊല്ലിപ്പഠിച്ച ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ആ ദിക്ർ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതോടുകൂടി തന്നെ എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണേ. നമ്മളൊരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊയ്തെടുത്തുകൊണ്ട് പോകണം. അതിനാണ് തുടക്കത്തിൽ തന്നെ ഇതങ്ങോട്ട് പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. 4 കാര്യങ്ങൾ ഒന്നുകൂടി ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കും. എല്ലാ ദിവസവും ഖുർആൻ ഖത്മ ചെയ്തിട്ട് വേണം കിടക്കാൻ. അതിനെന്ത് വേണം? 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വഅദ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അത് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. 2, എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം കിട്ടാൻ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ എന്ന സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലുക. 3, എല്ലാ വിശ്വാസികളുടെയും പൊരുത്തം കിട്ടാൻ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ചൊല്ലുക. 4, ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം ലഭിക്കാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ദിക്ർ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് 4 ചെയ്തിട്ടാണ് പിന്നീട് ആയിഷ ബീവി മരണം വരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന ചരിത്രം രേഖപ്പെടുത്താണ്. എല്ലാ ദിവസവും ഇത് ചെയ്തു നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, ഇന്നത്തെ ദിവസത്തോടുകൂടി നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവേ മഹാനുഭാവനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് എൻ്റെ നിത്യജീവിതത്തിൽ എനിക്കതിന് കഴിയണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ അതിനെ സാധിപ്പിക്കണേ അല്ലാഹ് എന്നുള്ള ദുആയോടുകൂടി നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ വിഷയത്തിൽ ക്ഷണിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത് ദുന്യാവിലാണ്. ഈ 4 കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചോണം. അത് പറന്നു പോകണ്ട. നമ്മുടെ ജീവിതത്തിലെ അമലിന് വേണ്ടതാണ്. 4 ദിക്ർ ചെറിയ ദിക്റൊന്നും അല്ല കേട്ടോ. അതിന്റെ വിഷയങ്ങൾ പറയണമെന്ന് ഒരുപാട് പറയണം. അതിന്റെ മഹത്വത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ പറയാനും ഭയങ്കര സംഭവം. അത് തന്നെ വേണം ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ. സുബ്ഹാനല്ലാഹ് എന്താണ് എന്ന് ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു. നമുക്കിന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, സുന്നികൾക്ക് പറ്റിയ തെറ്റ് ഇന്ന് നമുക്ക് സുബ്ഹാനല്ലാഹ്ക്ക് വിലയില്ല, അൽഹംദുലില്ലാഹ്ക്ക് വിലയില്ല, അല്ലാഹു അക്ബറിന് വിലയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിലയില്ല. ഇതൊന്നും നമുക്ക് വേണ്ട. എന്തുകൊണ്ട്? നമ്മൾ കേട്ട് വഴകിയ ദിക്റല്ലേ. നമുക്ക് അങ്ങനെ ഒരു സംഭവം.
നമുക്ക് ആർക്കും ഒന്നും അറിയാൻ മേലാത്തൊരു ദിക്ർ എന്തെങ്കിലും ഒരു അറബി വാക്കും കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ഭയങ്കര സംഭവമായിരിക്കും. അർത്ഥം അറിയൂല, എന്നാ വായിൽ കൊള്ളൂല. അങ്ങനത്തെ ഒരു അറബി വാക്കിൽ ഒരു ദിക്ർ ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ ഉടനെ നമ്മളത് എഴുതി വാങ്ങും. ഉസ്താദ് അതിന് എത്ര വട്ടം ചെല്ലണമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി പരിശ്രമിക്കും. നമുക്ക് നല്ല ദിക്റുകൾ പറഞ്ഞ് നമുക്ക് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ ചര്യയാക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. നിസ്കാരത്തിന് ശേഷം ആരാണ് സുബ്ഹാനല്ലാഹ് ഇരിക്കുന്നത്, അൽഹംദുലില്ലാഹ് ഇരിക്കുന്നത്, അല്ലാഹു അക്ബർ ചൊല്ലുന്നത്? സഹോദരിമാരിൽ ആരാണ് ശ്രദ്ധിക്കുന്നത്? ആരാ ശ്രദ്ധിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അലി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു തരീഖി ഇലല്ലാഹി യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിലേക്കുള്ള എളുപ്പവഴി ഏതാണ് നബിയേ? എളുപ്പവഴി ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉദ്കുറുല്ലാഹ സിർറൻ വഅലാനിയ. അല്ലാഹുവിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നീ ദിക്ർ ചൊല്ലടേ. അവനെ സ്മരിക്കലാണ് അല്ലാഹുവിനെ അടുക്കാനുള്ള എളുപ്പവഴിയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാരാ? അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത വ്യക്തി ഹബീബ. അതുകൊണ്ട് തന്നെ മരുമകനാകുന്ന അലിയാര് തങ്ങൾ, ഇപ്പൊ നമ്മുടെ അമ്മായിപ്പനാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് നിങ്ങളെങ്ങനെ മടത്തിനായിട്ട് ഇത്ര അടുത്തത്? നമുക്ക് വല്ല വഴിയുണ്ടോ? ചോക്കട്ടുണ്ടോ? ഊടുവഴിയുണ്ടോ? അല്ലാഹുവിലേക്കുള്ള എളുപ്പ വഴി ഏതാണ് ചോദിച്ചു മരുമകനായ അലി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, നീ ദിക്ർ ചൊല്ലിക്കൂടിക്കോ, അല്ലാഹയെ സ്മരിച്ചോ, സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും, എന്തേ രക്ഷപ്പെട്ടു. അതാണ് അല്ലാഹുവിലേക്ക് എളുപ്പം. വേറൊരു വഴിയില്ല. റബ്ബിന്റെ സ്മരണയിലായി എപ്പോഴും നീ നിലകൊള്ളണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു ദിക്ർ ഇജാസത്ത് നൽകണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ദിക്ർ ഏതെന്നറിയുമോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലിക്കോ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അലി റളിയല്ലാഹു തആല പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതെല്ലാരും ചൊല്ലുന്ന ദിക്റല്ലേ, എനിക്ക് മാത്രമായി ഖാസായിട്ട് പ്രത്യേകമായ ഒരു ദിക്ർ തരണേ നബിയേ, ദിക്ർ തരണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളോട് പറയുകയാണ്, അലിയാര് തങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ മഹത്തമായ ഒരു ദിക്റുമില്ല അലിയാരേ. ഇതിനേക്കാൾ ശ്രേഷ്ഠതൊന്നുമില്ല. ഏറ്റവും ടോപ്പ് ദിക്റാ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ വല്ലതും ചൊല്ലിയിട്ടുണ്ട്? ഇന്നത്തെ ദിവസം 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. എവിടെ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ ഏറ്റവും വലിയ മോമിനീങ്ങളാണ്. ചെറിയ ആളല്ല, മോമിനാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഇതേ ദിക്ർ തന്നെയാണ് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ നൽകിയത്. അപ്പോഴും മൂസാ നബി പറഞ്ഞു, പടച്ചവനെ, ഇതെല്ലാരും ചെല്ലുന്നതല്ലേ, എനിക്ക് മാത്രം എന്തെങ്കിലും എന്താ? അപ്പോഴും അല്ലാഹു പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെല്ലാം മനസ്സിലായി. സുബ്ഹാനല്ലാഹ് വലിപ്പം നമുക്കെല്ലാം അറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, വമാ സുബ്ഹാനല്ലാഹി യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ സുബ്ഹാനല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തംലൗ ബൈന സമാവാതി വൽ അർളി, 7 ആകാശങ്ങളുടെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുമേ സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കും സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒറ്റ ദിക്ർ സയ്യിദുനാ റസൂലുള്ളാഹി. പള്ളിയിലെ ഇമാമു സുബ്ഹാനല്ലാഹ് വിളിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ടാറ്റ, കാരം കഴിഞ്ഞു, റാഹത്തായി, നമ്മളിറങ്ങി ഓടുക.
നമുക്കിവിടെ ഒരു സുബ്ഹാനല്ലാഹ്. നമ്മുടെ പേരെന്താ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. എന്നാ ഇതെല്ലാം കൂടി ആകെ 2 മിനിറ്റ് 3 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ചാടി ഇറങ്ങി ഓടുകയാണ്. നമുക്കിതൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ് ശ്രേഷ്ഠതയെ പറഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഓരോ ദിക്റും ഓരോന്ന് പറയാൻ ഒരുപാട് പറയേണ്ടി വരും. ഇസ്തിഗ്ഫാർ അത് പറഞ്ഞതൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് പറയും 3 പ്രാവശ്യം. ആര് ചെല്ലുന്നുണ്ട്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹ്. ആര് ശ്രദ്ധിച്ചത്? ലാ ഹൗല ചെറിയ ദിക്റാണോ? ചൊല്ല് ലാ ഹൗല. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ലാ ഹൗല എന്ന ലേഹ്യം ചെറിയ ലേഹ്യമല്ല, ഭയങ്കരമാണ്. സാറേ കച്ചവടം ബുദ്ധിമുട്ട്, കടയിലാരും കയറുന്നില്ല, കസ്റ്റമർ ഇല്ല, പ്രയാസമാണ്, ഞെരുക്കമാണ്, ദാരിദ്ര്യം, ചെല്ലിക്കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലിക്കോ. അത് വിജയത്തിലേക്കുള്ള പാതയാണ്. വിജയത്തിലേക്കുള്ള. അതുകൊണ്ടാണല്ലോ ഹയ്യാലസ് സ്വലാ ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ഇതാ ചെല്ലുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചെറിയ ദിക്റായി നിങ്ങൾ കണക്കാക്കരുത്. ഭയങ്കര ബഹുമാനപ്പെട്ട ശൈഖുന തൽവാ ഉസ്താദിന്റെ വരിയാണ് ഇപ്പോൾ ഞാൻ പാടിയത്. എന്റെ വല്ലുപ്പ അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. മലബാർ ഭാഗത്തോട്ട് വാതിന് പോയിട്ട് വീട്ടിലേക്ക് ഭാര്യയ്ക്ക് കത്തെഴുതും. ഉമ്മയുടെ ഉമ്മാക്ക് വല്ലുമ്മാക്ക് കത്തെഴുതും. ആ കത്തിൽപ്പെട്ട വരികളാണിത്. ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാടുണ്ട്. കഥകടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, സകലത് മടഞ്ഞ് കണ്ടാലും. കഥ കടക്കാതെ നീ ഉറങ്ങരുത്. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. ഭർത്താവ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ, വീട്ടിലെ കാര്യകർത്താവാരാ? പെണ്ണാണ്, ഭാര്യയാണ്. അതുകൊണ്ട് ആ ഭാര്യയ്ക്ക് ഉപദേശം കൊടുക്കാണ്. കഥ കടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, സകലത് മടഞ്ഞ് കണ്ടാലും. ചിലപ്പോ മക്കൾ വന്നിട്ട് പറയും ഞാനത് അടച്ചിട്ടുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാലും, കഥകൾ പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും നീ കഥകൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കഥ അടയ്ക്കണേ. എന്നിട്ട് വീണ്ടും പറയാം, അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിലൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. ഭാര്യയോട് പറയാണ്, നീ ചിലപ്പോ ഇത് കളിതമാശയായിട്ട് എടുക്കും. ഭർത്താവ് വാതു പറയാൻ പോയിട്ട് അവിടെ നിന്നിട്ട് എഴുതി വിടുന്ന കത്തുകളാണല്ലോ ഇത്. ഇതിപ്പോ എന്താ, ഇതിപ്പോ കഥ കടക്കുന്ന ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ, ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എന്ന് നീ കരുതണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരസ്യമാക്കിയ ഒരു ഹദീസാണ് ഞാൻ നിനക്ക് ഈ കവിതാ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത് എന്ന്. ഇങ്ങനെ ഓരോന്ന് കഥകടച്ചിടലും കുറ്റിക്കൊഴുത്തൊളിച്ചിടലും, നിന്നിൽ മുമ്പ് പല തവണയും വന്നമളി പറ്റിയതാ, അതുകൊണ്ട് ഓർമ്മയാക്കിയതാ.
പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നിന്നോട് കൂർത്ത നഖമാ വീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. അന്ന് പശുവുണ്ട്, അതുകൊണ്ട് അതിനകത്ത് പല കാര്യങ്ങളാണ്. ഒന്ന്, നിന്നെ നഖം വെട്ടണം, കൂർത്ത നഖമായിട്ട് ചെന്നിട്ട് അതിന് പാല് കറക്കുന്ന സന്ദർഭത്തിൽ പശുവിന് പാല് ചുരുത്തുമ്പോ അതിന് പ്രയാസം ഉണ്ടാകും, അത് പാടില്ല. അതുകൊണ്ട് അക്കാര്യം നീ ശ്രദ്ധിക്കണേ എന്നിങ്ങനെ തുടങ്ങി വീട്ടിലുള്ള സകല വിഷയങ്ങളും ഒക്കെ ദീനുമായി ബന്ധിച്ചിട്ട് ഇങ്ങനെ ഉപദേശം കൊടുക്കും. അതിൽ പറയാണ്, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോരുതേ, അലസതയാലൊഴിക്കരുതേ. അലസത കാരണം അത് ഒഴിച്ചു വിടരുത് കേട്ടോ. ലാ ഹൗല ഡെയിലി ചെല്ലണം. കാരണം എന്തുകൊണ്ട്? ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗീയ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കുന്ന സഹോദര സഹോദരിമാര് എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം ചൊല്ലാൻ തീരുമാനിച്ചോ? അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നിങ്ങൾ പറയും, അൽഹംദുലില്ലാ, ദാരിദ്ര്യം വിട്ടുമാറി, പ്രയാസമില്ല, ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരും. അത്ര മഹത്തമായ ദിക്റാണ്. ഞാനതാ പറഞ്ഞു, ഓരോന്നിനെ പറ്റി പറയുമ്പോൾ ദിവസങ്ങൾ പോകും. ദിക്റിനെ പറയാൻ പിന്നെ അങ്ങ് അതിന്റെ മഹാത്മമായി പോയി. ചെറുത് സംഭവമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല ഓടി വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന സാലിമിനെ ജൂതന്മാര് പിടിച്ചുകൊണ്ട് പോയി നബിയെ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നബിയെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷമം പറയുകയാണ്. ഔഫ് ബിൻ മാലിക് എന്ന നബി തങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ മൂത്ത മകനാണ് സാലിം, അവനില്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല നബിയേ. കാരണം അവൻ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടുന്നതാകുന്ന സമ്പാദ്യം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അവനെ ഇതാ ജൂതന്മാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി നബിയെ. സാലിമിന്റെ ഉമ്മ ഇതാ കരച്ചിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അക്സിറൂ ദിക്റ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്നുള്ള ദിക്ർ അധികരിപ്പിക്കണേ. നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഈ രാത്രിയിൽ ചൊല്ലണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല തിരിച്ചു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. കരഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, സഹോദരി, കരയരുതേ, എഴുന്നേൽക്കണേ, വളു എടുക്കണേ, എഴുന്നേറ്റ് വരണേ, എന്റെ കൂടെ കടന്നു വരണേ. രണ്ടുപേരും ഇരുന്നു കൊണ്ട് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ദിക്ർ ചൊല്ലുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ-അലിയ്യുൽ അളീം. ആ ദിക്ർ ചൊല്ലി സുബഹിയോടടുത്ത നേരമായപ്പോ ജൂതന്മാരുടെ അറസ്റ്റിൽ കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. തന്നെ അടിച്ചിട്ടിരിക്കുന്നതാകുന്ന ജൂതന്മാരിലേക്ക് നോക്കുമ്പോ കള്ളു കുടിച്ചുകൊണ്ട് ലക്കും ലഗാനമില്ലാതെ പലരും കടന്നുറങ്ങുകയാണ്. ചാടി എഴുന്നേറ്റ സാലിം ബോധമുള്ളതാകുന്ന ജനവിഭാഗങ്ങളെ, ഗോത്രത്തെ നിലംപരിശാക്കുകയാണ്, അടിച്ച് നിലംപരിശാക്കുകയാണ്. എഴുന്നേറ്റ് ഓടുകയാണ്. തന്റെ നാടാകുന്ന മദീനയിലേക്ക് ഓടുകയാണ്. മദീനയിലേക്ക് ഓടി പകുതി വഴിയിലെത്തിയപ്പോ സാലിം റളിയല്ലാഹു തആല നിൽക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഓടുന്നത്? അദ്ദേഹം തിരിച്ചോടുകയാണ്. തിരിച്ച് ജൂതഗോത്രത്തിന്റെ അടുക്കലേക്ക് തന്നെ ഓടുകയാണ്. ചെന്നുകൊണ്ട് ആ ജൂതഗോത്രക്കാരുടെ 4000 ആടുകളും 100 ഒട്ടകങ്ങളും എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരികയാണ്.
പറയുകയാണ് സുബ്ഹാനല്ലാഹ്. നേരം സുബൈ ബാങ്ക് വിളിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്കുലിയിൽ ഇദാ മദീന പുളകിതമാകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് അനുയായികൾ കൂട്ടം കൂട്ടമായി ജമാഅത്തിന് വരുകയാ. ഹബീബായ നബി തങ്ങൾ ഇമാമത്ത് നിർവഹിക്കുകയാണ്. സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങളുടെ മകനിതാ സാലിം വന്നിട്ടുണ്ട്. ഓടിച്ചെന്നുകൊണ്ട് നോക്കിയതാകുന്ന ഔഫ് ഞെട്ടിപ്പോയാണ്. മദീനയിലെ തെരുവ് മുഴുവനും 4000 ആടുകളും 100 ഒട്ടകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതി, അതിനു വേണ്ടിയാണ് ദിക്ർ ചൊല്ലിയത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല സഹാബ, ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദിക്ർ ചൊല്ല അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിയ ദിക്ർ അല്ലാഹു ഇതാ കബൂലാക്കിയിരിക്കുകയാണ്. ഇശാ നമസ്കരിച്ചിട്ട് പ്രവാചകരോട് വിഷമം പറഞ്ഞതാകുന്ന ഔഫ് ബിൻ മാലിക്, പട്ടിണി പാവമായിരുന്ന ഔഫ് ബിൻ മാലിക്, മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രനായിരുന്ന ഔഫ് ബിൻ മാലിക്, നേരം വെളുത്ത പ്രഭാതത്തിന്റെ പൊൻകിരണങ്ങൾ കടന്നു വന്നപ്പോ മദീനയിലെ ഏറ്റവും വലിയ ധനികനാണ്. എന്തുകൊണ്ട്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതാണ് ചെല്ലാൻ റെഡിയാണോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ്? 400 ആടും 100 ഒട്ടകവും. എങ്ങനെ ഉണ്ടാവും? നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു 400 ഇന്നോവ ക്രിസ്റ്റയും ഒരു 100 ബെൻസ്. ആർക്കെങ്കിലും വീട്ടിന്റെ പരാതി ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് കടന്നാല് ഇങ്ങനെ ഉണ്ടായി. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? പ്രയാസമുണ്ടോ? റോഡൊക്കെ ബ്ലോക്ക് ആവുമല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നേരം വെളുക്കുമ്പോൾ രാവിലെ മക്കൾ കൊണ്ടുവരിക ഒരു 400 ഇന്നോവ ക്രിസ്റ്റയും 100 ബെൻസും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എറണാകുളം ടൗൺ മുഴുവൻ ഇങ്ങനെ ധാരണയാണ്. നമ്മുടെ അതിർക്കാട മോൻ്റെ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. എങ്ങനെ ഇഷ്ടമാണോ? അല്ലയോ? ഇഷ്ടമാണ്. ചൊല്ലണം. ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു പണക്കാരനാക്കി. ഒറ്റ രാത്രി കൊണ്ട് ചെല്ലിയതെന്തിനാ? മകനെ കിട്ടാൻ വേണ്ടി ചെല്ലിയതാ. മകനെ തിരിച്ചു കിട്ടിയാൽ മതി. ഇത് മകനെയും കിട്ടി, മകനോടൊപ്പം 400 ആടും 100 ഒട്ടകവും. അവരുടെ ഏറ്റവും വലിയ സംഭവമാണ്. ഭയങ്കര കാശായി. 400 ആട് തന്നെ ഇവിടെ നിർത്തിയിട്ടാൽ തന്നെ എന്താണ് ചിന്തിച്ചു 100 ഒട്ടകവും. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇത് അവനെ അടിച്ചുകൊണ്ട് വന്നതാണോ? ഇതെങ്ങനെ എനിക്ക് ഹലാലാകുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ശത്രുക്കളായിരുന്നു ജൂതന്മാര്. അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് അവരെ അടിച്ച് നിലംപരിശാക്കിയിട്ട് ഒനീമത്ത് സ്വത്തായിട്ട് കൊണ്ടുവന്നതാ. ഒറ്റയ്ക്ക് നേടിയെടുത്തത് കൊണ്ട് തന്നെ ഇതിനെ ഇനി ഓഹരിയും ചെയ്യേണ്ടതില്ല. ഇത് മുഴുവനും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. ഒറ്റയ്ക്കാണ് അദ്ദേഹം യുദ്ധം ചെയ്തു കൊണ്ടുവന്നത്. 10 പേരൊന്നും ഇല്ല കൂടെ. അതുകൊണ്ട് ഇത് മുഴുവൻ ഇതാ നിങ്ങൾക്ക്. ഒറ്റക്കിട്ടൽ. നേരം വെളുത്തപ്പോൾ പണക്കാരനായി. അതാണ് ലാഹൗലയുടെ മഹത്വം. ചെറിയ മഹത്വം അല്ല, മനസ്സിലായിക്കോളെ. ചെറിയ സംഭവമല്ല. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, നമ്മളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ. റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവനെ ദിക്ർ ചെല്ലാൻ വേണ്ടിയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനുഷ്യനെ 2 കാര്യം വെറുപ്പാണ്. ഇസ്നാനി യക്റഹും ബിനു ആദം സന്തതികൾ വെറുക്കുന്ന 2 കാര്യമാണ്. 2 കാര്യം മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. ഇസ്നാനി യക്റഹും ബിനു ആദം സന്തതികൾ വെറുക്കുന്നത് 2 കാര്യം. മനുഷ്യ മക്കളുടെ ഒരു പ്രവർത്തനമാണത്, ഒരു ശൈലിയാണ്. ഒന്ന്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മൗത്ത്, മരണമാണ്. മരണം വല്ലാതെ മനുഷ്യൻ വെറുക്കുന്ന ഒന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന. ഈ ദുനിയാവിൽ ഫിത്നയുടെയുള്ള ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്.
അഥവാ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്താതെ, പാവങ്ങളെ സഹായിക്കാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാതെ നീ ജീവിക്കുന്നുണ്ടോ? അതിനേക്കാൾ നല്ലത് മരണമാണ്. ആത്മഹത്യ ചെയ്യാൻ അർത്ഥത്തിലല്ല. ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് മരണമാണ് കേട്ടോ. ആവശ്യമില്ലാത്തൊരു കന്നുകാലിയുടെ ജീവിതം നീ നയിക്കണ്ട. റബ്ബിനെ ഇബാദത്ത് ചെയ്ത് നീ ജീവിച്ചോളേ. അതാണ് ഏറ്റവും വലുത്. അനാവശ്യമായ ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. മനുഷ്യൻ വെറുക്കുന്ന ഒന്ന് മരണം. സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ്, സമ്പത്ത് കുറയലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, എന്നാൽ സമ്പത്ത് കുറയുക എന്നുള്ളത് ഹിസാബ് കുറയാൻ നിദാനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ഈ ദുനിയാവിൽ അമ്പര ചുമരുകളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവരില്ലയോ? മാളിക സൗധങ്ങൾ പണിതുകൊണ്ട് ജീവിക്കുന്നവരില്ലയോ? കച്ചവട സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരില്ലയോ? ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. സമ്പത്തൽപ്പം കുറയുക എന്നുള്ളത് മാനസികമായി പ്രയാസമാണ്. മനുഷ്യൻ വെറുക്കുന്ന സംഭവമാണ്. എല്ലാ ദിവസവും 500 രൂപ ഡെയിലി വരുമാനമുള്ളവൻ അതിൽ കുറവ് വരുന്നതാകുന്ന സന്ദർഭത്തിൽ മാനസികമായി വെറുപ്പാണ്. കാരണം ഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറുപ്പാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, എന്നാൽ സമ്പത്ത് കുറയുക എന്നുള്ളത് നാളെ പടച്ചറബിന്റെ ദർബാറിൽ 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യനെ തനക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിചാരണയ്ക്ക് എളുപ്പമാണ് ഈ ദുനിയാവിലെ സമ്പത്ത് കുറയുക എന്നുള്ളതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കുറയുക എന്നുള്ളത് ഹിസാബ് കുറയാൻ ഏറ്റവും കാരണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. കാശ് കൂടുതൽ കിട്ടുക, ദുനിയാവ് എനിക്ക് കുറഞ്ഞു പോയി, അങ്ങനെ നീ ചിന്തിക്കുക വേണ്ട. ഞാൻ കുറയുന്നത് തന്നെ നല്ലത്. അതുകൊണ്ട് ഹിസാബ് കുറയും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും പറയുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫിയൂം. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പണക്കാരെ വിചാരണ ചെയ്യുകയാണ്. പാവപ്പെട്ടതാകുന്ന ജനകോടികളെ, പട്ടിണി പാവങ്ങളാകുന്ന ജനകോടികളെ അവരെ സ്വർഗത്തിലേക്ക് കടത്തിയിട്ട് 1/2 ദിവസം കൂടി പണക്കാരെ വിചാരണയ്ക്ക് നിർത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പാവപ്പെട്ട ജനകോടികൾ മുഴുവനും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടന്നിട്ട് 1/2 ദിവസം കൂടി പിടിച്ചു നിർത്തുവാരെ പണക്കാരെ. എവിടെ? മഹ്ശറിൽ പിടിച്ചു. 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങോട്ട് കടത്തുള്ളൂ? വിചാരണ കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ സ്വർഗത്തിലേക്ക് കടത്തുള്ളൂ. ഓക്കെ അല്ലെങ്കിൽ അടുത്ത് ഊരോട്ട് പറഞ്ഞേക്കും, നരകത്തിലേക്ക്. അല്ലാഹു ആക്കട്ടെ. ഓക്കെ ആണെങ്കിൽ സ്വർഗത്തിലേക്ക്. 1/2 ദിവസം കഴിഞ്ഞ് 1/2 ദിവസമൊക്കെ എന്നൊക്കെ പറഞ്ഞ രക്ഷ. നമ്മുടെ ദുന്യാവിൽ 1/2 ദിവസം അല്ല ഈ പറയുന്നത്. ദുന്യാവിലാണെങ്കിൽ 6 മണിക്കൂറാണ് ചെയ്യേണ്ട. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 1000 വർഷമാണ്. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. നിങ്ങളുടെ
നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലുള്ളതാകുന്ന അഥവാ ആഖിറത്തിലേതാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ദുനിയാവിൽ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷമാണ്, 1000 കൊല്ലമാണ്. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം. അപ്പൊ ആഖിറത്തിലെ അര ദിവസം ദുനിയാവിലെ 500 വർഷം. 500 വർഷം, 500 ദിവസമല്ല, 500 വർഷം. എത്ര കൊല്ലത്തെ വിചാരണയ്ക്കായി പോയി നിൽക്കുന്നത്? 30 കൊല്ലം ദുനിയാവി ജീവിച്ചത്, 40 കൊല്ലം ജീവിച്ചത്, 50 കൊല്ലം ജീവിച്ചത്, ഇല്ല 100 കൊല്ലം ജീവിച്ചത്. ഈ 100 കൊല്ലത്തെ വിചാരണയ്ക്ക് വേണ്ടി ദുനിയാവിൽ നിന്ന് നാളെ മഹ്ശറിൽ പോയി നിൽക്കേണ്ടത് വിചാരണ, പാവപ്പെട്ട ജനകോടികളുടെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 500 വർഷം കൂടി നിൽക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാതെ ടോട്ടലിൽ പണക്കാരുടെ വിചാരണ 500 വർഷം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ശ്രദ്ധിക്കണേ. പണക്കാരുടെ വിചാരണ, പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ വിചാരണ ചെയ്യുമ്പോഴും ഇവനെവിടെയാ ഉള്ളത്? ഈ മനുഷ്യരെ തന്നെ ചൂടുകടങ്ങേറുകൊണ്ട്. കോടിക്കണക്കിന് ജനങ്ങളാണ് പാവപ്പെട്ടവർ. അവർ മുഴുവനും സ്വർഗത്തിലെത്തിയതിനു ശേഷം പണക്കാരായ വ്യക്തികളുടെ വിചാരണ തുടങ്ങാം. ആ വിചാരണ കഴിഞ്ഞ് പണക്കാരായ ആളുകൾ കടക്കണമെങ്കിൽ 500 കൊല്ലമെടുക്കും ദുനിയാവിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.